1 രാജാക്കന്മാർ 17:9. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഏലിയ പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദേശത്ത് മഴയില്ലാതായി. ഏലിയാവിനോട് ദൈവം പറഞ്ഞതനുസരിച്ച് കെരീത്ത് തോട്ടിനരികെ പാർത്തു. ദേശത്ത് മഴയില്ലാഞ്ഞതുകൊണ്ട് തോട് വറ്റിപ്പോയി. അപ്പോൾ ദൈവം ഏലിയാവോട് സാരെഫാത്തിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ഏലിയാവിനെ പുലർത്തേണ്ടതിന് ഒരു വിധവയോട് ദൈവം കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവിടെ ഏലിയാവിന് ഭക്ഷണം ലഭിച്ചു. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ ക്രൂരിയായ ഒരു സ്ത്രീയായിരുന്നു. അവൾ സീദോനിലെ രാജകുമാരിയായിരുന്നു. ബാൽ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രവാചകന്മാരെ പീഡിപ്പിക്കുകയും നാബോത്തിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്ത ഒരു ദുഷ്ടരാജ്ഞി. ഏലിയാവ് പ്രവചിച്ചതും യേഹു നടപ്പിലാക്കിയതുമായ അവളുടെ ഭീകരമായ മരണം ജനാലയിലൂടെ താഴേക്ക് എറിയപ്പെടുന്നതും നായ്ക്കൾ ഭക്ഷിക്കുന്നതും ഉൾപ്പെടുന്നതായിരുന്നു. ഏലിയ പ്രവാചകൻ ക്ഷാമകാലത്ത് അഭയം പ്രാപിച്ചത് സീദോനടുത്തുള്ള സാരെഫാത്ത് എന്ന പട്ടണത്തിലെ ഒരു വിധവയുടെ വീട്ടിലായിരുന്നു. സീദോന്യ പ്രദേശങ്ങളിൽ തന്നെ. ഏലിയാവിനെ വളരെ വെറുത്ത ഒരു വ്യക്തിയായിരുന്നു ഇസബേൽ. എന്നാൽ അവിടെ തന്നെ ദൈവം ഏലിയാവെ പോറ്റി. അവൾക്കൊന്നും ചെയ്യാനായില്ല. നമ്മുടെ ശത്രുക്കളുടെ മുൻപിൽ തന്നെ ദൈവം നമുക്കായി സംരക്ഷണമൊരുക്കും. നമ്മെ തകർക്കും, ഇല്ലാതാക്കും, ഓടിച്ചു കളയും എന്നൊക്കെ പറയുന്നവരുടെ മുൻപിൽ തന്നെ ദൈവം നമ്മെ ജയോത്സവമായി നടത്തും. ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. കാരണം നമ്മെ സംരക്ഷിക്കുന്നത് സർവശക്തനാണ്. സങ്കീർത്തനം 23:5 എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. നമ്മെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, നമ്മുടെ പരാജയത്തിനായി കാത്തിരിക്കുന്നവർ, തകർച്ച കാണാനായി ആഗ്രഹിക്കുന്നവർ, ഇവരുടെയൊക്കെ മുൻപിൽ ദൈവം നമുക്കായി മേശയൊരുക്കും, നമ്മെ ജയോത്സവമായി നടത്തും. സങ്കീർത്തനം 31:19 നിൻ്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയത്തക്ക രീതിയിൽ ദൈവം നമ്മെ നടത്തും. പലപ്പോഴും നാം നിരാശപ്പെട്ടു പോകും. നമ്മുടെ സ്നേഹിതർ, നാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവർ, സ്വന്തമെന്ന് കരുതിയവരൊക്കെ നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാലോ നമ്മുടെ ദൈവം നമ്മെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. അവരുടെ മുൻപിൽ തന്നെ നമ്മെ സമൃദ്ധിയായി നടത്തും. ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ്. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങൾക്കായി അവിടുന്ന് മേശയൊരുക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.